ചേട്ടാ ഇതുവരെ റെഡിയായില്ലേ? മണി 8 ഇനി മമ്മിയുടെ വഴക്ക് ഞാൻ കേൾക്കണമായിരിക്കും. അതിനെപ്പോഴേ റെഡി. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ്. മോക്ക് മാത്രമേ ഇവിടെ പങ്ക്ച്വാലിറ്റി ഉള്ളൂ. മോൾ കൃത്യ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ല. താങ്ക് യു മുത്തശ്ശി. ആ മോൾ ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ചെയ്തു. ഗുഡ്. മിടുക്കിയാണ്. ഗുഡ് മോർണിംഗ്. മമ്മി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഓരോരുത്തരും കാത്തിരിക്കുകയായിരിക്കും. ഈ മമ്മിയുടെ ഒരു പ്രിൻസിപ്പിളും ഒരു ഡിസിപ്ലിനും. മമ്മൂട്ടിയെ പോലെ ആവുന്നില്ലല്ലോ. ഇനി മുട്ട എങ്ങാനും അടിക്കണം. പറ്റുന്നില്ലല്ലോ. പറ്റില്ലെന്നോ? ഞാൻ ആരാണെന്നോ അതിന്റെ വിചാരം? കാണണോ? ഞാനേ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാ. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവന്റെ പമ്പ്രവത്തെ നേരാക്കി നിർത്താൻ കഴിയും. നീ പറയുന്നത് സംസാരിക്കാനേ അതിന്റെ മറ്റവനോട് പറഞ്ഞാൽ മതി. നിന്റെ മറ്റവന് ഞാൻ പറഞ്ഞത് നിന്റെ അപ്പനെയല്ല, അത് നിന്റെ പാടി ചൂലെ. എങ്ങനെ ഉണ്ടേ ജൂനിയർ മമ്മൂട്ടി? ഇനിയുള്ള ഡയലോഗ് കേൾക്കണോ? വേണ്ടല്ലോ. ആ, ഇനി ഒരു കുളി പാസ്സാക്കി വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ആ, നീ ഇന്ന് തന്നെ ആ സെയിൽസ് ടാക്സിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തയക്കണം. അതൊക്കെ മാനേജറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നീ മമ്മിയെ മണിയടിക്കാനായിട്ട് നേരത്തെ വന്നിരിക്കാനല്ലേ? കൊള്ള പാവാണി. കേട്ടോ കേട്ടോ, എവള് മനഃപൂർവ്വം നമ്മളെ മമ്മിയെ കൊണ്ട് വഴക്കേൽപ്പിക്കുന്ന പരിപാടി. ഈയിടെയായിട്ട് നിന്റെ ഒച്ച അല്പം കൂടുന്നുണ്ട്. സോറി മമ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടിങ്കുവിനെ കണ്ടില്ലല്ലോ. മുറിയിലുണ്ടാവും, ഞാൻ വിളിക്കാം. ആ, ഗീതേ വേണ്ട. കൃത്യസമയത്തോടെ വന്നില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് വെക്കും. നീ പോയിരിക്കും. ഗുഡ് മോർണിംഗ് പരിപാടി. ഗുഡ് മോർണിംഗ് മമ്മി. നീ കുളിച്ചിട്ട് തല ചെയ്യില്ലേ? പിന്നെന്താ നിന്റെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അത് മമ്മിയെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. പോയിരിക്കെ. രക്ഷപ്പെട്ട്. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. കഴിക്കാൻ വരട്ടെ. ഇവിടെ ഈ കാണുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാ? ചെരുപ്പിന്റെ അടയാളം? ആരുടെ ചെരുപ്പിന്റെ അടയാളം ഇത്? ആ, വല്ല പൂച്ചയോ മറ്റോ പോയതായിരിക്കും. ഒന്ന് എഴുന്നേക്കണം. പത്മാവതി, ആഹാരം കഴിക്കാൻ ഇരുന്നാ പിന്നെ എഴുന്നേക്കാൻ പാടില്ല. അതാ അതിന്റെ ഒരു ശാസ്ത്രം അല്ലേ മക്കളെ? അതെ അതെ. നിങ്ങളോടാ പറഞ്ഞു എഴുന്നേൽക്കാൻ. ആ കാലം അവിടെ വെച്ച്. ആ ചെരുപ്പോട് കൂടി തന്നെ വെക്കണം. ഇപ്പൊ മനസ്സിലായോ ഇതാരുടേതാണെന്ന്? ചേട്ടാ, ഇത് എന്റെ ചെരുപ്പിന്റെ അടയാളമാണല്ലോ.
ഇതെങ്ങനെ ഇവിടെ വന്നു? ഓഹോ, ഞാനേ ഗാർഡന് ചെടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ ആ മരുന്ന് കഴിക്കേണ്ട കാര്യം ഓർത്ത്. അപ്പൊ പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ മുറിയിലോട്ടേക്ക് പോന്നു. ആ, ഞാൻ തന്നെ തുടയ്ക്കാം. ഭാര്യരെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട, ഞാൻ തുടച്ചോളാം, നിങ്ങൾ ഇരിക്കും. പത്മാവതി, എനിക്കായിട്ട് നിന്റെ പ്രിൻസിപ്പളൊന്നും തെറ്റിക്കണ്ട, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വാര്യരേ, ഡാഡി, ഡാഡിയുടെ പ്രഷർ ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രഷർ നോർമൽ ആയിരുന്നു. പത്മാവതി ചെരുപ്പിന്റെ പാട് കണ്ടുപിടിച്ചും പെട്ടെന്ന് കൂടി. പ്രശ്നം സോൾവ് ചെയ്തപ്പോ വീണ്ടും നോർമലായി. ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ രണ്ടു അഞ്ചാലും കാലം എത്തുന്നോളാം. കൂട്ടത്തിൽ കുറിയാനെ വിശ്വസിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. എടി നിന്നെ ഒന്ന് നോക്കി. മോളെ, ആ ജാമ്യം എടുത്തേ. Rider on the rain, neck and shoulder, choti si baat. ആ, കെട്ടിപ്പതങ്ക് നല്ല ഉഗ്രം പടമാ. ഇതിലാരൊക്കെയാ? രാജേഷ് കന്നുണ്ട്, ആശാ പരേഖ് ഉണ്ട്, ലവ് സബ്ജക്ട്. ഇത് വേണ്ട, വേറെ എന്തെങ്കിലും. പിന്നെ സൂപ്പർ ഗേൾ ഉണ്ടോ? സൂപ്പർ ഗേൾ ഇല്ല, മൈക്കിൾ ജാക്സൺ ഉണ്ട്. ഏയ്, അത് വേണ്ട. അമിതാഭ് ബച്ചൻ. ഓ, അത് ഒട്ടും വേണ്ട. വേറെ എന്തെങ്കിലും ലേറ്റസ്റ്റ് ഫിലിം ഓ, എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണ്ടതായിരിക്കും മിക്കവാറും. നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല പടമൊന്നുമില്ലേ? ഉണ്ടല്ലോ, യാദോങ്കി ഭാരത്, 20 साल बाद പൂനെ की रात ആഗലേ ലഗ് जा. ഓ, അതൊന്നും വേണ്ട. ഹലോ, ഒന്നിങ്ങോട്ട് വരണം. എക്സ്ക്യൂസ് മീ. യെസ്. വുമൻ 3 ഉണ്ടോ? ഉണ്ടായിരുന്നു, പുറത്തു പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ വരും. സൂപ്പർമാൻ ഇല്ല. ഹീറോ ഉണ്ടോ? ഹീറോ ഇല്ല. ഫസ്റ്റ് ലൈറ്റ് ഉണ്ടോ? ഫസ്റ്റ് പ്ലോട്ട് ഉണ്ട്. ഇതാ. ഞാനാണ് ആദ്യം ചോദിച്ചത്. നോ, ഞാനാണ് ആദ്യം ചോദിച്ചത്. ഞാനാണ് ആദ്യം ഇവിടെ വന്നതും ഫസ്റ്റ് ബില്ല് ചോദിച്ചതും. നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് കാസറ്റ് നശിപ്പിച്ച് കളയല്ലേ? ആരാണ് ആദ്യം കണ്ടത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. ഞാൻ എത്ര ദിവസമായി ഫസ്റ്റ് പ്ലേറ്റും തിരക്കി നടക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ബ്ലഡോ സെക്കൻഡ് ബ്ലഡോ തേർഡ് ബ്ലഡോ അന്വേഷിച്ചു എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും, അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ, എഴുതി വെച്ചോ. എവിടുന്ന് രാവിലെ കുറ്റിയും പറിച്ചോണ്ട് വന്നതോ? ഡാഡി,